ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ന്യൂഡൽഹിയിലേക്കാണ്. അതായത് എയിംസിലേക്കാണ് കുറച്ച് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. സോ ഒരു കോമൺ എലിജിബിലിറ്റി ടെസ്റ്റ് ആണെങ്കിൽ ഈ ബേസിസിലാണ് വിളിച്ചിരിക്കുന്നത്. സോ ഓൺലൈൻ ആപ്ലിക്കേഷനാണ് ഇത് വന്നിരിക്കുന്നത്. നേഴ്സിംഗ് ഓഫീസർ റിക്രൂട്ട്മെന്റ് കോമൺ എലിജിബിലിറ്റി ടെസ്റ്റ് എന്നാണ് വന്നിരിക്കുന്നത്. പേ ലെവൽ നോക്കുകയാണെങ്കിൽ 7 ആണ്. ഗ്രൂപ്പ് ബി പോസ്റ്റുകളാണ് വന്നിരിക്കുന്നത്. ഹൈ സാലറി ഉള്ള പോസ്റ്റുകളാണ് വന്നിരിക്കുന്നത്. സോ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻസ് നോക്കാൻ ഞാൻ പറഞ്ഞു, ഇതൊരു നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് ആണ്. അതായത് കോമൺ എലിജിബിലിറ്റി ടെസ്റ്റ് ആണ് ഈ വിളിച്ചിരിക്കുന്നത്, നേഴ്സിംഗ് ഓഫീസറായിട്ടുള്ള. സോ അപ്പോൾ അതിൻ്റെ ക്വാളിഫിക്കേഷനാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് വന്നിരിക്കുന്നത് BSc ഹോണേഴ്സ് നഴ്സിംഗ് അല്ലെങ്കിൽ BSc നഴ്സിംഗ് ഫ്രം ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ഓർ സ്റ്റേറ്റ് നഴ്സിംഗ് കൗൺസിൽ റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓർ യൂണിവേഴ്സിറ്റി. ഇതൊരു ക്വാളിഫിക്കേഷനാണ്. മറ്റൊരു ക്വാളിഫിക്കേഷൻ പറയാം, BSc പോസ്റ്റ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ പോസ്റ്റ് ബേസിക്സ് BSc നഴ്സിംഗ് ഫ്രം ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ഓർ സ്റ്റേറ്റ് നഴ്സിംഗ് കൗൺസിൽ റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓർ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നുണ്ട്. ഈ രണ്ട് ക്വാളിഫിക്കേഷൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യും. അതോടൊപ്പം നിങ്ങൾക്ക് വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, രജിസ്റ്റേർഡ് ആയിട്ട് ആസ് എ നേഴ്സസ് ആൻഡ് മിഡ് വൈഫ് വിത്ത് സ്റ്റേറ്റ് ആൻഡ് ഓർ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ. സോ ഈ രണ്ട് ക്വാളിഫിക്കേഷൻ, അതായത് മേളിൽ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻസും പിന്നെ ഈ പറഞ്ഞിരിക്കുന്ന രജിസ്റ്റേർഡ് ചെയ്തിരിക്കുന്ന നേഴ്സായിട്ട് അതും ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. കോമൺ എലിജിബിലിറ്റി ടെസ്റ്റ്. പിന്നെ മറ്റൊരു ക്വാളിഫിക്കേഷൻ പറയുന്നത്, ഡിപ്ലോമ ഇൻ ജനറൽ നേഴ്സിംഗ് മിഡ് വൈഫറി ഫ്രം ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ഓർ സ്റ്റേറ്റ് നഴ്സിംഗ് കൗൺസിൽ റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓർ ബോർഡ് ഓഫ് കൗൺസിൽ. അതോടൊപ്പം തന്നെ വേണ്ടത്, രജിസ്റ്റേർഡ് ആസ് എ നേഴ്സസ് ആൻഡ് മിഡ് വൈഫ് ഇൻ സ്റ്റേറ്റ് ഓർ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ. അതോടൊപ്പം തന്നെ 2 years എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. മിനിമം 50 ബെഡഡ് ഹോസ്പിറ്റലിൽ 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. സോ ഈ രണ്ട് ക്വാളിഫിക്കേഷൻസ് ആണ് പറയപ്പെടുന്നത്. സോ ഈ ക്വാളിഫിക്കേഷൻസ് മീറ്റ് ചെയ്യുന്നവർക്ക് ഇതിലേക്ക് ഈ കോമൺ എലിജിബിലിറ്റി ടെസ്റ്റ്, നഴ്സിംഗ് ഓഫീസറിലെ കോമൺ എലിജിബിലിറ്റി ടെസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. സോ ഇത് എയിംസിൻ്റെ വെബ്സൈറ്റ് ത്രൂ ആണ് അപ്ലൈ ചെയ്യുന്നത്. സോ ഇതിനൊരു ഏജ് ലിമിറ്റ് പറയുന്നുണ്ട്, 18 മുതൽ 30 വയസ്സ് വരെ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഏജ് റിലാക്സേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന കാറ്റഗറിക്ക് അതിൻ്റെതായിട്ടുള്ള ഏജ് റിലാക്സേഷൻ കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആപ്ലിക്കേഷൻ ഫീസ് നോക്കാം. നിങ്ങൾക്ക് ജനറൽ OBC കാൻഡിഡേറ്റിന് 3000, SC ST EWS കാൻഡിഡേറ്റിന് 2400 ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. അത് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി PWD കാൻഡിഡേറ്റിന് ആപ്ലിക്കേഷൻ ഫീസ് ഇല്ലെന്ന് ഓർത്തിരിക്കുക. ആപ്ലിക്കേഷൻ ഫീ വൺസ് റെമിറ്റഡ് ഷാൾ നോട്ട് ബി റീഫണ്ടഡ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ SC ST കാൻഡിഡേറ്റ് എക്സാമിനേഷന് അപ്പിയർ ചെയ്തതിനു ശേഷം റീഫണ്ട് ചെയ്യുന്നു പറയുന്നുണ്ട്. ആഫ്റ്റർ ഡിക്ലറേഷൻ ഓഫ് റിസൾട്ട് ഡ്യൂ കോഴ്സ് ഓഫ് ടൈം ആഫ്റ്റർ വെരിഫിക്കേഷൻ ഓഫ് SC ST സർട്ടിഫിക്കറ്റിന് ശേഷം വാലിഡ് ആയിട്ടുള്ള SC ST സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ നിങ്ങൾ, അതായത് റിസൾട്ട് ഡിക്ലെയർ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് എക്സാമിനേഷൻ ഫീ റീഫണ്ട് ചെയ്യും. ഇനി ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ് നോക്കാം. CBT ബേസ് എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അത് 12th സെപ്റ്റംബറിലായിരിക്കും. ഇനി ഓൺലൈൻ CBT സ്റ്റേജ് 2 എക്സാം കണ്ടക്ട് ചെയ്യും. മെയിന് അത് കണ്ടക്ട് ചെയ്യുന്നത് 30 സെപ്റ്റംബറിലാണ്. സോ അത് ഓർത്തിരിക്കുക. അപ്പോൾ സെപ്റ്റംബറിൽ തന്നെ പ്രിലിമിനറിയും കണ്ടക്ട് ചെയ്യും, മെയിനും കണ്ടക്ട് ചെയ്യും. ഇപ്പോൾ ഫാസ്റ്റായിട്ട് പ്രോസസ്സ് നടക്കുന്ന ഒരു എക്സാമാണ് എയിംസിൻ്റെ. സോ അതിലേക്കാണ് ഇപ്പം നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് 13 ഓഗസ്റ്റ് 2026 ലാസ്റ്റ് ഡേറ്റ് എന്ന് ഓർത്തിരിക്കുക. ഇവിടെ കൊടുത്തിട്ടാണ് ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ഡേറ്റ് 24/7/2026, ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് 13/8/2026. അഡ്മിറ്റ് കാർഡ് വരുന്നത് 9/9/2026. സെപ്റ്റംബർ 12 CBT 1 എക്സാം കണ്ടക്ട് ചെയ്യുന്നതെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇതാണ് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. സോ ഇത് കോമൺ എലിജിബിലിറ്റി ടെസ്റ്റ് നഴ്സിംഗ് ഓഫീസറിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതിലെല്ലാം അപ്ലൈ ചെയ്യുക. താങ്ക് യു.